നമസ്കാരം. ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഗെയിമിംഗ് സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇതുവരെ ഞാൻ എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പോ എൻ്റെ എഡിറ്റിംഗ് സെറ്റപ്പോ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നാളെ നമ്മൾ ചെയ്യുന്ന വീഡിയോ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമുക്ക് ഗെയിമിംഗ് സെറ്റപ്പ് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു സെറ്റപ്പോ അല്ലെങ്കിൽ ക്ലീൻ ആൻഡ് മിനിമലിസ്റ്റിക് അങ്ങനെ ഒരു സെറ്റപ്പൊന്നുമല്ല. എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം ഞാനിങ്ങനെ ആക്കിയതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു വാടക വീടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 റൂമേ ഉള്ളൂ. അപ്പോൾ 2 റൂമും ഒരു ഹാളും ഉണ്ട്. ആ 2 റൂമും നല്ല എക്യുപ്ഡ് ആണ്. അപ്പോൾ നമ്മൾ വീട് മാറി വന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ കയറ്റി അവിടെ കമ്പ്യൂട്ടർ സിസ്റ്റമോ ഒന്നും വെക്കാൻ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഹാളിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ്. അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതാണ് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ്. ഈ ഒരു CPU താഴെ ഇരിക്കുന്ന ഈ CPU മേളിലാണ് ഇരുന്നിരുന്നത്. പിന്നീട് ഞാൻ ഈ ഒരു സാധനം നല്ലൊരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെടുത്ത് താഴേക്ക് ആക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡെസ്ക്ടോപ്പിൽ ഐക്കൺസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എത്രത്തോളം ഉഴപ്പാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെ എൻ്റേതായ ഒരു അല്ലെങ്കിൽ DIY ഒക്കെ ചെയ്ത് ഒരുവിധം സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയ എനിക്ക് കിട്ടുന്ന കാശിൽ എനിക്ക് വാങ്ങാൻ പറ്റുന്നതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാധനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ LGയുടെ ഒരു മോണിറ്ററാണ്. 1080p ആണ് മോണിറ്റർ. വലിയ വിലയൊന്നുമില്ല, 15,000 രൂപയാണ് ഈ ഒരു മോണിറ്ററിൻ്റെ പ്രൈസ്. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് പറയാനായിട്ട് ഈ ഒരു മെക്കാനിക്കൽ കീബോർഡ്, ഇത് NVIDIAക്കാർ എനിക്ക് അയച്ചു തന്നതാണ്. ഹെർമൈസ് എന്ന് പറഞ്ഞിട്ട് E1 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇത് ഹെർമൈസ് E1 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ഇവിടെ നല്ല പൊടിയുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം ഭയങ്കര ഡസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കീബോർഡെന്ന് വേണമെങ്കിൽ, ഗെയിമിംഗ് കീബോർഡെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് എൻ്റെ ഈ ഡെസ്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡെസ്ക് കുറച്ച് പ്രശ്നമുള്ളൊരു ഡെസ്ക്കാണ്. കാരണം വെച്ചാൽ എന്നെക്കാളും കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് ഗെയിം കളിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഈ ലോജിടെക്കിൻ്റെ ഒരു ഹെഡ്ഫോണാണ്. ഈ ഒരു ഹെഡ്ഫോണിൻ്റെ മോഡലൊന്നും എനിക്കറിയത്തില്ല. ലോജിടെക് ഏതോ ഒരു മോഡൽ, ഏതോ ഒരു മോഡൽ, ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ബഡ്ജറ്റ്, എല്ലാം ബഡ്ജറ്റ് അറിയാണ് കേട്ടോ. ഒരു മൗസ് ഉണ്ട്, ലോജിടെക് G302 എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമിംഗ് മൗസ് ഉണ്ട്. ഇതും ബഡ്ജറ്റ് തന്നെയാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഒരു സ്പീക്കറുണ്ട്, ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ലൈറ്റ് വരുന്നത് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മെസ്സാണ് കേട്ടോ, ഭയങ്കര മെസ്സാണ്. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലാമ്പ് വെച്ചിട്ടുണ്ട്. ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇത് എൻ്റെ D-Link മോഡം, ഇത് എൻ്റെ വൈഫൈ റൂട്ടർ. അപ്പോൾ പിന്നീട് നോക്കുകയാണെങ്കിൽ ഇതെൻ്റെ PUBG കളിക്കുന്ന iPad Pro 2017. ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻവെൻഷൻ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ ഈ ഒരു ആംഗിളിൽ നിന്ന് എൻ്റെ മൗസ് അല്ലെങ്കിൽ ഹാൻഡ് ക്യാം കാണിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ ഒരു സെക്കൻഡറി ആദ്യം വരുന്ന ഒരു പഴയ 720p വെബ് ക്യാം ഉണ്ട്. അതാണ് ഈ വെബ് ക്യാം. ആ 720p വെബ് ക്യാം എടുത്തിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം സാമ്പ്രാണി, ഇവിടെ സാമ്പ്രാണി എന്നാണ് പറയുന്നത്, തിരി എന്നാണൊക്കെ പറയും. ആ സാധനം എടുത്ത് വെച്ചിട്ട് ആ സാധനം ഈ ഒരു യൂട്യൂബിൻ്റെ ഞാൻ ഒരു കപ്പ് റെഡിയാക്കിയിരുന്നു. യൂട്യൂബിൻ്റെ ലോഗോ ഒക്കെ വെച്ചൊരു കപ്പ്. ആ യൂട്യൂബിൻ്റെ കപ്പിൽ തന്നെ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടേക്ക് ഒട്ടിച്ചു. എന്നിട്ടൊരു ഷെല്ലോ ടൈപ്പും വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ച സമയത്ത് ഈ ഒരു ആംഗിൾ ഇങ്ങനെ കിട്ടും. അല്ലാത്ത പക്ഷേ ഞാൻ എവിടെ വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. പിന്നീട് എൻ്റെ മെയിനായിട്ട് എൻ്റെ ഫേസ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ബാങ്കുടിയിൽ നിന്ന് മേടിച്ചതാണ്. ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ, വിലയും കുറവാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു വെബ് ക്യാമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അടിപൊളി വെബ് ക്യാമാണ്. ഈ ഒരു വെബ് ക്യാമാണ് ഞാൻ എൻ്റെ ഫേസ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെബ് ക്യാം എന്ന് പറയുന്നത്. ഇതാണ് അടിപൊളി വെബ് ക്യാമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വെബ് ക്യാമാണിത്. അപ്പോൾ പിന്നീട് നോക്കുകയാണെങ്കിൽ താഴെ ഭയങ്കര ബസ്സാണ്. താഴെയായിട്ടാണ് എൻ്റെ CPU ഇരിക്കുന്നത്. Ryzen 5 1070 Ti 16GB RAM. ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു PC ആണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ്. വളരെ വലിയൊരു ഗെയിമിംഗ് സെറ്റപ്പൊന്നുമില്ല. ഞാൻ മോസ്റ്റ്ലി ലൈവ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും TV ഇടും, ഹോളിലായതുകൊണ്ട് തന്നെ TV ഇടും. അതിൻ്റെ എല്ലാം നോയ്സിലിരുന്ന് വീഡിയോ ലൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതുമാത്രമല്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എനിക്ക് ഫുൾ ടൈം നല്ലൊരു രീതിയിൽ ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം വരുമോ എന്ന് എനിക്കറിയത്തില്ല. വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. കാരണം അതുകൊണ്ടാണ് മറ്റ്
യൂട്യൂബേഴ്സ് എല്ലാം ലൈവ് സ്ട്രീം ചെയ്യുമ്പോഴും എനിക്ക് ലൈവ് സ്ട്രീം ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ്. വേറെ വലിയ ഗെയിമിംഗ് സെറ്റപ്പൊന്നുമില്ല. ഇതൊക്കെ ഇനി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഈ ഒരു മോണിറ്റർ ആയിരിക്കും. ഇതിന് 144 ഹെഡ്സിൻ്റെ ഒരു മോണിറ്ററിലേക്ക് മാറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്നത് വേറെ ഒന്നും ചെയ്യൂല കേട്ടോ. ഇത്ര തന്നെ ചെയ്യുന്നത്. പിന്നെ ഇതൊരു എനിക്കിഷ്ടപ്പെട്ടൊരു മൗസ് പാഡാണ് കേട്ടോ. നല്ലൊരു ഇതുണ്ട് എന്ന് വെച്ചാൽ നല്ലൊരു വൈഡായിട്ടുള്ള എക്സ്ട്രാ ലാർജാണ്. പിന്നീട് ഇത് കാണിച്ചു തന്നില്ല. ഇത് എൻ്റെ OnePlus 60 വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു പവർ ബാങ്ക്. ഇത്ര തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ പേഴ്സണലി ഇടണമെന്ന് കരുതിയതല്ല, എന്നാലും നിങ്ങൾക്ക് നല്ല ഫ്രാങ്ക് ആയിട്ട് കാണിച്ചു തരാം. എനിക്കിനി സിനിമാറ്റിക് സ്റ്റൈലിൽ എടുത്തിട്ട് ഒന്ന് കാണിക്കാനായിട്ട് ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫ്രാങ്ക് ആയിട്ട് ഉള്ളതുപോലെ അങ്ങ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് എൻ്റെ UPS ആണ് കേട്ടോ. ഇത് ഒരെണ്ണം അടിച്ചു പോയ സമയത്ത് ഞാൻ ഒരെണ്ണം മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മോഡൽ നമ്പറൊന്നും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പിന്നീട് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ബോയ M1 ആണ് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക്. ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നത് ബോയ M1 തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക്. അപ്പോൾ മൈക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ ഒരു സാധനങ്ങൾ ഞാൻ ഇവിടെ വെക്കാറില്ല. പിന്നീട് ഇവിടെ കുറേ മെസ്സാവും, കാരണം എൻ്റെ ചാർജേഴ്സ് എല്ലാം കൊണ്ട് വയ്ക്കുന്ന സമയത്ത് ഇവിടെയൊക്കെയാണ് വെക്കുന്നത്. വേറെ ടേബിളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. ഇതോ കിടക്കുന്നൊരു ചാർജിങ് പോർട്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ് എന്ന് പറയാനായിട്ട്. ഇനി ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗെയിമിംഗ് സെറ്റപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സ്ട്രീം ലാബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, സ്ട്രീം ലാബ്സ്. അപ്പോൾ ആ സ്ട്രീം ലാബ്സ് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. ഈ സ്ട്രീം ലാബ്സ് വെച്ചാണ് മോസ്റ്റ്ലി എല്ലാ യൂട്യൂബേഴ്സും ലൈവ് ചെയ്യാനായിട്ട് ഈ ഒരു സ്ട്രീം ലാബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഗെയിമിംഗ് ചെയർ കാണിച്ചു തന്നില്ല. ഇതാണ് എൻ്റെ ഗെയിമിംഗ് ചെയർ. ആൻറ്റി ഇ സ്പോർട്സിൻ്റെ ഒരു ഗെയിമിംഗ് ചെയറാണ്. അപ്പോൾ അഴുക്കാവാണ്ടിരിക്കാനായിട്ടാണ് ഞാനൊരു ഇത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് ചെയർ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി പൊക്കവും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഇത്രയും നാൾ യൂസ് ചെയ്ത് വെച്ചാൽ എനിക്കത് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഈ സ്ട്രീം ലാബ്സ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗെയിമുകളും എൻ്റെ സോഫ്റ്റ്വെയർസും, ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസും. എഡിറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ എഫക്ട്സിൽ എഡിറ്റ് ചെയ്യാറുണ്ട്, പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്യാറുണ്ട്, രണ്ടിലും എഡിറ്റ് ചെയ്യാറുണ്ട്. മിക്ക സമയവും പ്രീമിയർ പ്രോ തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എഡിറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൈവ് സ്ട്രീം ചെയ്യുന്ന സോഫ്റ്റ്വെയർ. നമ്മൾ ഏതെങ്കിലും ഒരു ഗെയിം ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ വരും, സാധനങ്ങളൊക്കെ ഇവിടെ വരും. അതിപ്പോൾ ഞാൻ ഓപ്പൺ ആക്കാത്തതുകൊണ്ടാണ് ഒന്നും കാണാൻ പറ്റാതെ. കണ്ടോ, സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കത്തില്ലേ, ലൈവ് സീൻ. അതിൻ്റെ അകത്ത് വെബ് ക്യാം കിടപ്പുണ്ട്. ഇതെല്ലാം ഞാൻ ഓഫാക്കിയിട്ടേക്കാം. ഒരു വെബ് ക്യാമും കൂടിയുണ്ട്. നമ്മുടെ ഈ ഒരു വെബ് ക്യാം, അതായത് ഞാൻ സെറ്റ് ചെയ്ത വെബ് ക്യാം, എൻ്റെ DIY വെബ് ക്യാം. ഇവിടെയുണ്ട്. 2 വെബ് ക്യാമും അവിടെ ഓണായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ്. വേറെ വലിയൊരു എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഒന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഒരുവിധം അത്യാവശ്യം പവർഫുൾ PC തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഒരു ടെക്നോളജി റിലേറ്റഡ് വീഡിയോ അല്ല. അപ്പോൾ ഇന്ന് ടെക്നോളജി നിങ്ങൾക്ക് പറഞ്ഞു തരാത്തതുകൊണ്ട് ക്ഷമിക്കുക. കാരണം നാളെ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. അതായത് നാളെ ഒരു Q&A വീഡിയോ വരുന്നുണ്ട്, അത് സെറ്റ് ചെയ്യണം. ആ Q&A വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വേറെ ഒരു M2 Asus ZenFone Max M2 അതിൻ്റെ ഒരു അൺബോക്സിങ് ഓവർവ്യൂ നോക്കാറുണ്ട്. പിന്നെ 2-3 ഫോൺസ് ഉണ്ട്, ഒരു ലോഞ്ച് ഇവൻ്റ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കൊണ്ടിട്ടുന്നതായിരിക്കും. ബൈ. താങ്ക് യു.